ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടാ. ഞാനിപ്പോൾ ഉഗാണ്ടയിൽ ചാണ്ട എത്തിക്ക് വന്നിരിക്കണേ. അപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്. അപ്പം നമ്മൾ നാട്ടിലത്തെ പോലെ നെറ്റ് അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല. അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ ചെടികളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ 97 വന്നപ്പോൾ ഞാൻ നട്ട ചെടികളാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് റോസൊക്കെ പ്രൂൺ ചെയ്തൊക്കെ റെഡിയാക്കി ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അധികം ചെടികളൊന്നും ഇല്ല, പിന്നെ പൂക്കളും കുറവാണ്. അല്ലാതെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന കാരണം. പിന്നെ ഉഗാണ്ട എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഉഗാണ്ടനെ കളിയാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ അവരാ തെറ്റിദ്ധാരണയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കണം. ഞങ്ങൾ 97 വന്നിട്ട് ഇപ്പൊ ഇത്ര വർഷം ഇവിടെ ജീവിക്കുന്നത്. കളിയാക്കണവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെ തിന്നണ നാടെന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് ഉള്ള കാരണമാണ് ഉഗാണ്ടനെ കുറിച്ച് എല്ലാവരും കളിയാക്കണത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല നാടാണ്. ഞങ്ങളിപ്പോൾ ഇത്ര വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നതാണ്. കാലാവസ്ഥയായാലും മനുഷ്യരായാലും ഒക്കെ നല്ലതാണ്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു രാജ്യമാണ് ഉഗാണ്ട കേട്ടാ. അപ്പോൾ കളിയാക്കണവരോട് പറയാ, ദയവ് ചെയ്ത് ഉഗാണ്ടന് ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കരുത്. ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് മലയാളികളൊക്കെ ഈ ഉഗാണ്ടയിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഉഗാണ്ടയിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടിലുള്ളത് മുഴുവൻ ഇത്ര വർഷം കൊണ്ട്. അപ്പം അത്രയ്ക്കും നല്ല രാജ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ നട്ട അരളിന് ഒരു ചെറിയ കമ്പ് ഞാൻ കൊണ്ടുവന്നതാണ്. അരളി അത് നട്ട് നോക്കിയ എല്ലാതും പെയിന്റിന്റെ ഒക്കെ ബക്കറ്റിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ നട്ട അരളിന് ഇത് വലിയ മരമായി ഇപ്പൊ. അതേപോലെ ഇവിടെ ഒരു ഫിലോഡൻഡ്രം ചെട്ടിമല്ലി വിത്ത് പാവി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല നമുക്ക്. അതാണ്. പിന്നെ ഇവിടെ മണി പ്ലാന്റ് ഇതേ വളർന്നു വന്നിട്ടുണ്ട്, സ്പൈഡർ പ്ലാന്റ്. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ ഇത്രയും സംഭവങ്ങളുണ്ട്. അവിടെ സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുക്കും. ഈ സക്കിലന്റ് കണ്ട നല്ല കട്ടിയുള്ള ഇലകളായിട്ട്. പണ്ട് നമ്മൾ ഇലപ്പച്ച എന്നൊക്കെ പറയും, സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഇങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലത്തെ ഇലകളാണ് ഇതിൻ്റെ, ഈ സക്യുലൻറ്റിൻ്റെ. കണ്ടില്ലേ, പെയിൻറ്റും ഡബയിൽ വെച്ചിട്ട് എത്ര നല്ലതായിട്ടാണ് അത് വളർന്നു വന്നിരിക്കുന്നതെന്നൊക്കെ. സക്കിലൻ്റൊക്കെ എല്ലാതും പെയിൻറ്റും ടിന്നിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി വരുന്നുണ്ട്. പെയിൻറ്റും ടിന്നിൽ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരു സക്കിലൻ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു സക്കിലൻ്റാണ്. ഇത് കോയിൻ പോലെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ, നല്ല കട്ടിയിൽ. ഇത് ഞാൻ നാട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സക്കിലൻ്റാണ് ഇത്. പിന്നെ ഇത് പെയിന്റിന്റെ ടിന്നുകളാണ്. ഇത് പെയിന്റിങ് കഴിഞ്ഞപ്പോഴേ കിട്ടിയ ബക്കറ്റാണ്. എനിക്ക് മേലെ ഒരെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഇങ്ങനെ 4 ബക്കറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനി താഴെ വരെ മുട്ടും, അപ്പം നല്ല ഭംഗിന്. പിന്നെ ഇത് പെയിന്റും ബക്കറ്റിലൊക്കെ എൻ്റെ ചെടികൾ കൂടുതലും ഇരിക്കുന്നത്. ഞാൻ അധികം ഇവിടെ ഗാർഡനിങ്ങിന് പൈസ ചെലവാക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് അന്യ നാടാണ്. നമ്മൾക്ക് എപ്പോഴാണ് ഇട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടി കുറേ കാശ് കൊടുത്ത് വാങ്ങിക്കുക, അതുപോലെ ചെടി പൈസ കൊടുത്ത് വാങ്ങിക്കുക, അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യില്ല. എന്തെങ്കിലും ചെടിയൊക്കെ നമ്മൾ ഹോട്ടലുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ എനിക്ക് ദൂരെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ ആകുമ്പോൾ പണ്ട് ടൂറ് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഹോട്ടലുകളിൽ ഇഷ്ടം പോലെ ചെടിയായിരിക്കും. അവിടെ നിന്നൊക്കെ ചോദിച്ച് കുറേ ചെടികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് പിടിപ്പിച്ച കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലും പെയിൻറ്റും ബക്കറ്റും വേറെ വേസ്റ്റായ ടിന്നുകളും ബക്കറ്റും ഇതൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ള. ചെടിച്ചട്ടി വാങ്ങാറില്ല. ചെടിച്ചട്ടിയൊക്കെ ഇവിടെ ഭയങ്കര വിലയില്. നാട്ടിലാണെങ്കിൽ ഞാൻ ഗാർഡനിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കും. ചെടി വാങ്ങാനും ചെടിച്ചട്ടി വാങ്ങാനും അതുപോലെ വളങ്ങൾ വാങ്ങാൻ ഇതൊക്കെ ഇഷ്ടം പോലെ പൈസ ചിലവാക്കും. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം വീടും സ്വന്തം നാടുമാണ്. അവിടെ നിന്ന് നമുക്ക് ഒരിക്കലും പോകേണ്ട അവസ്ഥ വരില്ല. ഇവിടെ ഉഗാണ്ട ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് നമുക്ക് ജോലി ഉപേക്ഷിച്ച് ഇപ്പം ഇന്ന് പോകാൻ തോന്നിയാൽ നമുക്ക് ഇപ്പോൾ വേണ്ട ഇവിടെ എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം നമ്മൾ, അനാവശ്യമായി പൈസകൾ ചിലവാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഒരിക്കലും ചെയ്യാറില്ല, അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല.
97 തൊട്ടുള്ള ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. പുതുതായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് മനുഷ്യൻ്റെ അവസ്ഥയിൽ പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥയായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞിട്ടിട്ട് പോകണം. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗാർഡനിങ് ഒന്നുമില്ല. ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഒരു തണുപ്പ് നിൽക്കണ ഒരു രാജ്യം കൂടിന്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യുക, അങ്ങനെ ചൂടുള്ള രാജ്യമൊന്നുമല്ല. നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഉഗാണ്ട എന്ന് പറയുന്നത് നല്ല രാജ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊന്നും ഇത്ര വർഷം ഇവിടെ നിൽക്കില്ല. രാത്രി ആയാലും ഫാനിൻ്റെ ആവശ്യമില്ല, AC ഒന്നും ഒട്ടും ആവശ്യമില്ല ഇവിടെ. അതുപോലത്തെ ഒരു രാജ്യമാണ് ഇത്. എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ചെടികൾ മണ്ണും നല്ല വളക്കൂറുള്ളതായതുകൊണ്ടേ ചെടികൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നടല് മാത്രമാണ് നമ്മുടെ ജോലിയുള്ള. പ്രത്യേകിച്ച് ഒരു വളം ഇതിന് ചെയ്യാറില്ല നമ്മൾ. നാട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, അതുപോലെ തന്നെ NPK എന്തെല്ലാം വളങ്ങൾ വാങ്ങിച്ച് പൈസ കളയുന്ന. ഇവിടെ ഒരു വളവും ഗാർഡനിങ്ങിന് ഞാൻ 5 പൈസ കളയാറില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും, നമുക്ക് തരും. അങ്ങനത്തെ ഒരു മണ്ണാണ് ഇവിടുത്തത്. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണാട്ടാ. Hi, I'm Diana. I'm staying with Mama in Uganda. And this is the garden. ഇവളാണ് എനിക്ക് സഹായത്തിന് ഇവിടെയുള്ള കുട്ടിട്ടാ, ഡയാന. അപ്പം ഞാനില്ലാത്ത സമയത്തൊക്കെ വീട് നോക്കണതും എൻ്റെ ചെടികളൊക്കെ നോക്കണത് ഡയാനിന്. അത്യാവശ്യം ഇവള് നമ്മുടെ കറികളൊക്കെ ചോറൊക്കെ പാചകം ചെയ്യും, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും, ചപ്പാത്തിയൊക്കെ സൂപ്പറായി ഉണ്ടാക്കും. എല്ലാ പച്ചക്കറികളും ഇറച്ചി മീനും മാത്രം വെക്കാറിനൂടെ. അപ്പോൾ നല്ല ഹെൽപ്പുള്ളവള്, പാവം കുട്ടീന് കേട്ടാ ഡയാന. ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കില്ല, അത്രയും പതുക്കനെയാണ് സംസാരിക്കുള്ളവള്, നല്ല കുട്ടീന്. Hi, I'm Levi. I'm in Uganda. Here's an askari. Cleaning here, everything here. I'm the worker here. അവൻ്റെ പേര് ലെവിൻ എന്നാണ്. അവൻ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. ഗേറ്റിൻ്റെ അവിടുത്തെ കാവൽക്കാരനാണ് മൂപ്പര്. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് ആളുകൾ വരുമ്പോഴൊക്കെ ഒന്ന് നോക്കാനുള്ള ഒരാളാണ്, കാറുകൾ വരുമ്പോഴും ഒക്കെ. അപ്പോൾ ചെറിയ ചെറിയ ഇത് ഗാർഡനിങ്ങിനൊക്കെ മൂപ്പരും കൂടി സഹായിക്കും എന്നെ. അപ്പോൾ ഇപ്പം ഈ അരളീര ചട്ടിയിലേ ഒരു റോസും കട നിൽക്കുന്നുണ്ട്, പൊടിച്ച് വന്ന് നല്ല റോസാണത്, ചോപ്പ് റോസ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു അത് പറിച്ചെടുക്ക്, അത് അവിടെ നിന്നാൽ വളരൂല്ല എന്തായാലും. അപ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറെ സെപ്പറേറ്റ് ഒരു ചട്ടിയിൽ വെക്കുന്ന വെച്ചാൽ അത് നല്ലൊരു റോസും കടയായി വളർന്ന് കിട്ടും നമുക്ക്. നല്ല വലിയ ചോന്ന പൂവണത്. അപ്പം അത് ചെയ്യിപ്പിക്കുന്ന അവനെ കൊണ്ട്. മണ്ണൊക്കെ എടുത്ത് അവൻ തന്നെ അത് നട്ട് തരുന്നുണ്ട്. ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ കൈമ ഈ മണ്ണായി കഴിഞ്ഞാലല്ല ചോന്നിരിക്കും. കുറേ സോപ്പിട്ട് കഴുകണം. പിന്നെ നമ്മുടെ കൈമന്ന് ആ കളറ് പോവാനായിട്ട്. അതുപോലെ ഭയങ്കര കളിമണ്ണ് പോലത്തെ ഒരു പശയുള്ള ഒരു മണ്ണാണ് ഇവിടുത്തെ. അപ്പം അവരാകുമ്പോൾ അത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കത് ചെയ്തൊക്കെ. ഇനി എൻ്റെ റോസ് ചെടികൾ ഇപ്പോൾ ഉള്ളത് ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് ഇതേ ശ്രദ്ധിക്കാണ്ടായപ്പോഴേ നിറയെ ഫംഗസൊക്കെ വന്ന് ആകെ കേടായി, പൂക്കളൊക്കെ ഇല്ലാണ്ടായി. അപ്പം ഞാനിപ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് മരുന്നടിച്ച് ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നു. ഒരു 20 വെറൈറ്റി എങ്കിലും കാണും ഈ റോസുകൾ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ റോസ്, പനിനീർ റോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ, നമ്മുടെ നാടൻ റോസുകളൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ റോസുകളാണ്, വലിയ മരം പോലെ വളരുന്ന റോസുകളാണ്. പിന്നുള്ളതൊക്കെ കുറേ കളറുകളുണ്ട്. അത് പൂവിട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളത്. ഇതിപ്പോൾ പൂവില്ലാത്ത കാരണം ഒന്നും അറിയുന്നില്ല. കൂടുതൽ ഞങ്ങളിത് വെച്ചുണ്ടാക്കിയത് തന്നെ റോസുകളൊക്കെ ഞങ്ങൾക്ക് പൂജയ്ക്ക് എടുക്കാനേ, വിളക്ക് വെക്കുമ്പോഴൊക്കെ സ്വാമിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസൊക്കെ ഇങ്ങനെ നമ്മൾ ഇത്രയും അധികം ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചത് തന്നെ. ഇത് പിന്നെ ഒരു പഴയൊരു പോട്ട് അവിടെ കിടന്നിരുന്നതാണ്. അപ്പം ഞാനത് എടുത്തിട്ട് ആ വഴിയിൽ നിന്ന് മാറ്റി ഒരു സൈഡിലേക്ക് അവനെ കൊണ്ട് കെട്ടിക്കുന്നതാണ്. അതിൽ വാണ്ടറിങ് ജൂ പ്ലാന്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് ആദ്യം റീപ്ലാന്റ് ചെയ്തു, മണ്ണൊക്കെ കൊട്ടിക്കളഞ്ഞ് ചെടിയൊക്കെ മാറ്റി പുതിയ ചെടിയാക്കിയിട്ട് ആദ്യം ഒരു സൈഡിൽ ഇപ്പോൾ അതൊരു ക്യാനാണ്. അത് ക്യാനിൽ അതിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. വഴിയിൽ നിന്ന് അത് മാറ്റി സൈഡിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇത് ഞാൻ കിടന്നാലെന്ന് വെച്ചാൽ അവനെ കൊണ്ട് അത് കെട്ടിച്ച് സൂപ്പറാക്കി, നല്ലതാണ്. ഇവിടെ കുറച്ച് നിശാഗന്ധി നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ പൂവ് വരുന്നുണ്ട്, നിശാഗന്ധിയിലൊക്കെ.
ഇവിടെയൊക്കെ കണ്ട പൂക്കൾ, ഇതിലൊക്കെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ നിശാഗന്ധി വെച്ചെടുത്തിരിക്കും. വലിയ മരം പോലെ പോയി നോക്കി ഇവിടം വരെ എത്തി നിശാഗന്ധി. ഇവിടെ ആന്തൂറിയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉഗാണ്ടയിലത്തെ എൻ്റെ ചെടികളാണ് കേട്ടാ. ആന്തൂറിയം ഇതിപ്പോൾ ആന്തൂറിയത്തിൻ്റെ കട ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇനി ഇവിടെ നിന്ന് പുതിയ ഇണകളൊക്കെ വന്ന് ഇത് സൂപ്പറാവും. അപ്പോൾ 2 ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. ഇവിടെ മണി പ്ലാന്റ് കയറ്റി വിട്ടിട്ടുണ്ട്. മണി പ്ലാന്റ് കണ്ട, മണി പ്ലാന്റ് മേലേക്ക് കയറ്റി വിട്ടു. പിന്നെ ഇവിടെ കുറച്ച് സക്യുലൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട, പല തരത്തിലുള്ള സക്യുലൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയെന്ന്, ഇതൊരു പ്രത്യേകതയുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, ഇതിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ സക്യുലൻ്റ് കാക്ടസ് പോലെ ഉണ്ട്. സക്യുലൻ്റ് അല്ല ഇത്, കാക്ടസ് പോലെ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു മുള്ള് പോലെ ഉണ്ട് ഇതുമല്ലിങ്ങനെ കുത്തണ പോലെ. ഇതൊക്കെ സക്യുലൻ്റ് ആണ് കേട്ടോ. കുറച്ച് പൊന്നാങ്കണ്ണി ചീര നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിൽ ഇത് നന്നായിട്ട് വരും. ഞാൻ ചെറിയ ഈ വലിപ്പമുള്ള തലപ്പാണ് കൊണ്ടുവന്നത്, കൂമ്പ് നുള്ളി. പക്ഷേ ഇതൊക്കെ നല്ലതായി വരുന്നുണ്ട് ഇപ്പോൾ. ഇതിവിടെ ഇതിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ താഴെ വെച്ച് പിടിപ്പിക്കുക. ആദ്യം ഇപ്പോൾ ചെറിയൊരു ബേസളിൽ വെച്ചാണ് ഞാൻ പിടിപ്പിക്കുന്നത്. ഇത് പിടിച്ചിട്ട് പിന്നെ നമുക്ക് നുള്ളി വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്. ഇതിപ്പോൾ നിറഞ്ഞു. ചെറിയൊരു പീസ്, ഇത്ര പോന്ന പീസ് ഞാനൊരു ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ചുവന്ന പൂക്കളാണ് ഇതിൻ്റെ കേട്ടാ. ഇതിപ്പോൾ ഈ ചട്ടി തിങ്ങി ഇതിൽ ഒരു ഈന്തപ്പനയും കൂടി, ഈന്തപ്പഴം തിന്ന് കുരുവിട്ടിട്ടേ ഒരു ഈന്തപ്പനയും കൂടി വലുതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ചട്ടിയിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. ഇതിൽ നിന്നാൽ ശരിയാവില്ല. ഇതിലൊക്കെ കുറച്ച് ടർട്ടിൽ വൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ കട്ട് ചെയ്തത് ജമന്തി, മഞ്ഞ ജമന്തി കുറേ ഉണ്ടായിരുന്നൊക്കെ പോയി. ഇത് ലണ്ടാനീന് കേട്ടോ, നമ്മുടെ മഞ്ഞ കളറ്. നോക്കിയേ എത്ര പൂക്കളുണ്ട് നോക്കിയാൽ ജമന്തിയിലൊക്കെ. യാതൊരു വളം ഇട്ട് കൊടുക്കാണ്ടുണ്ടാവണ പൂക്കളിന് കേട്ടോ. ഇതൊക്കെ നിറയെ പൂക്കളാണ്. 3-4 കളർ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട. തക്കാളിയൊന്നും നമ്മൾ നട്ടതല്ല, ഈ പച്ചക്കറി വേസ്റ്റ് അതും ഇതൊക്കെ കൊണ്ടിടുമ്പോഴേ അതിൽ നിന്ന് മുളച്ചിട്ട് തനിയെ വരുന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ എന്തോരം നോക്കിയിട്ട് വേണം ഇതുപോലെ ഇത്രയ്ക്കധികം തക്കാളിയൊക്കെ ഉണ്ടാവണമെങ്കിൽ, തക്കാളി മേലൊക്കെ. ഇത് ഒന്നും നമ്മൾ നോക്കാറില്ല. ഇത് പിന്നെ തുളസിയൊക്കെ ഇപ്പോൾ ആകെ ഉണങ്ങി തുടങ്ങി. വിത്തെടുത്ത് ആദ്യമേ പാവണം, എന്നാലേ നല്ല തൈ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഉഗാണ്ട വിശേഷങ്ങളായിട്ട് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.